സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര 2. ഋഷഭ് ഷെട്ടിയുടെ 2022 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത വൻ വിജയം സ്വന്തമാക്കിയ കാന്താരയുടെ രണ്ടാം ഭാഗമാണ് കാന്താര ചാപ്റ്റർ 2. ചിത്രം വലിയ ഹിറ്റാവുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു. ചിത്രത്തിന്റെ സംവിധാനവും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. KGF നിർമ്മാതാക്കൾ നിർമ്മിക്കുന്ന ചിത്രം ഒക്ടോബർ 2 തിയേറ്ററുകൾ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളും ഉടലെടുത്തിരിക്കുന്നത്. കർണാടകയിലെ ഗവികുണ്ടയിലെ വനമേഖലയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മൂലം പ്രദേശത്തെ വനപ്രദേശത്ത് വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണ് ആരോപണം. ഇവിടുത്തെ ജനവാസ മേഖലയിലെ പ്രാന്തപ്രദേശത്താണ് ഷൂട്ടിംഗ് അനുമതി ലഭിച്ചതെങ്കിലും കാട് കയ്യേറി ഷൂട്ടിംഗ് നടത്തിയെന്നാണ് ആരോപണമുള്ളത്. അതേസമയം ഷൂട്ടിംഗിനിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത് നാട്ടുകാരും ചലച്ചിത്ര അണിയറക്കാരും തമ്മിൽ നടന്ന തർക്കം മൂലം സംഘർഷത്തിലേക്ക് നീങ്ങിയെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഘർഷത്തിൽ പ്രദേശത്തെ ഒരു യുവാവിന് പരിക്കുകൾ സംഭവിച്ചുവെന്നും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. യുവാവിനെ ആക്രമിച്ചത് നാട്ടുകാർക്കിടയിൽ രോക്ഷമുയർത്തിയിട്ടുണ്ട്. കാന്താര 2 ചിത്രീകരണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും അണിയറ പ്രവർത്തകർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗ് സംഘത്തിനെതിരെയും നടപടിയെടുക്കണമെന്നും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വന്യജീവികളുടെ വിഹാരത്തെ തടസ്സപ്പെടുത്തിയെന്ന രീതിയിലും വനനശീകരണത്തിലേക്കും നയിച്ചുവെന്നാണ് പ്രദേശത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പറയുന്നത്. കാട്ടാനകളുടെ ആക്രമണത്തിൽ കർഷകർ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടുകയാണ്. വനം സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും ഉദ്യോഗസ്ഥർ ചിത്രത്തിന്റെ ആളുകൾക്കൊപ്പം ചേർന്ന് അലംഭാവം കാട്ടുകയാണ്. കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. അതേസമയം വനനശീകരണം അടക്കമുള്ള പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഷൂട്ടിംഗ് സ്ഥലം കർണാടക വനം വകുപ്പ് സംഘം പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൃത്യമായ അനുമതികളോടെയാണോ ഷൂട്ടിംഗ് നടന്നത് തുടങ്ങിയ വിവരങ്ങൾ വനം വകുപ്പ് അന്വേഷിച്ചു കണ്ടെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.